ഇല്ല, അതിനെക്കുറിച്ചൊക്കെ ഫിറോസ് തന്നെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ജലീൽ ഭരണകക്ഷിയുടെ ഭാഗമല്ലേ, ഇടതു മുന്നണിയുടെ ഭാഗമല്ലേ, അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് അന്വേഷണം നടത്തിക്കോട്ടെ, ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന് ശ്രീ ഫിറോസ് പറഞ്ഞല്ലോ. എന്താ അന്വേഷിക്കാത്തത്? അപ്പോൾ ഇതൊക്കെ വെറുതെ തുറന്ന് പറയാണ്, വിമർശനത്തിന് വേണ്ടി മാത്രം പറയാണ്, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി വൃഥ അധര വ്യായാമം നടത്തുകയാണ് എന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള എല്ലാ സ്വാധീനവും ഉപയോഗിക്കണ്ടേ? ഫിറോസ് വെല്ലുവിളിച്ചില്ല, അന്വേഷിക്കട്ടെ, തെളിവ് കൊടുക്കാൻ തയ്യാറാണ്, നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞല്ലോ. ജലീൽ പ്രധാനമായിട്ടും വെല്ലുവിളിക്കുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിറോസ് ഇത്രയധികം സമ്പത്ത് എങ്ങനെ സ്വരൂപിച്ചു, ഇല്ലെങ്കിൽ ഇത്രയധികം സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി, വിദേശത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നു, നാട്ടിൽ വ്യത്യസ്ത ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നു, ഇതിനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തി? അതല്ലേ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഇത് വിശദമായി ചോദിക്കേണ്ടതും പറയേണ്ടതും ഇല്ലല്ലോ. ജലീലിൻ്റെ സ്വാധീനവും ഭരണവും ഒക്കെ ഉപയോഗിച്ച് അന്വേഷണം നടത്തട്ടെ എന്ന് ഫിറോസ് തന്നെ പറഞ്ഞല്ലോ. പിന്നെ അത് നടത്തിയ പോലെ വേറെന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ജലീൽ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഇത് പൊതുസമൂഹം തന്നെ ഫിറോസിന് ഇത്രയധികം സ്ഥാപനങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പാർട്ടി ഇക്കാര്യത്തിൽ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങൾക്ക് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞല്ലോ. ജലീൽ പല കാലത്തും പലതും പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ മുസ്ലിം ലീഗ് അന്വേഷിക്കാൻ നടക്കണം. ജലീൽ എന്തൊക്കെ പറഞ്ഞു? ഞങ്ങളെ വയനാട് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ ഡൽഹി ഓഫീസിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളെ ഫണ്ട് പിരിവുകളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ എവിടെയെങ്കിലും ജലീൽ തെളിയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജലീലിൻ്റെ ഗവൺമെൻറ് 10 കൊല്ലം അധികാരത്തിലിരുന്നിട്ട് ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അന്വേഷിച്ച് ശരിയാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ജലീലിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഓരോ ഘട്ടത്തിലും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു പാർട്ടും ഇല്ലാതെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇടതുമുന്നണിയെ അറിയിക്കാനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഞാനിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റിന് ശ്രമിച്ചിട്ട് കിട്ടിയില്ല, രാജ്യസഭ നോക്കിയിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ വെറുതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സ്വന്തത്തിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്തണം. അതിന് മുസ്ലിം ലീഗിന് നേരെ കുതിര കയറാൻ അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മലയാളം സർവകലാശാല ഭൂമി വിവാദത്തിൽ ആദ്യം മുസ്ലിം ലീഗ് പ്രതിഷേധത്തിലുണ്ടായിരുന്നു പറഞ്ഞല്ലോ. പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം KT ജലീൽ ഫിറോസിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഫിറോസ് വീണ്ടും ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുവരെ ഈ വർഷക്കാലം ഇടവേളയിൽ അത് പ്രശ്നമായി തോന്നിയില്ലേ ലീഗിന്? ഇടവേള ഒരു പ്രശ്നം 10 കൊല്ലം അത് തന്നെയാക്കി നടക്കുക. ആരെങ്കിലും പറയേണ്ട സമയത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സമയം വന്നാൽ UDF അത് ചെയ്യും. ഈ ജലീൽ പറയുന്നത് ഈ മുസ്ലിം ലീഗിനെ ജലീൽ വിമർശിക്കുമ്പോൾ ലീഗ് കൂടുതൽ നന്നാവുന്നതാണ്. അപ്പോൾ ഡൽഹിയിൽ ഓഫീസ് ഉണ്ടാവുന്നില്ല, അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഓഫീസ് അവിടെ പെട്ടെന്ന് തന്നെ പറയുന്നു. വയനാട് പ്രതിവാസം ഇവിടെ എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വിമർശിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടപടിയാവുന്നതാണ് ജലീൽ പറയുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ അടിയന്തരമായി ജലീലിനോട് മുസ്ലിം ലീഗ് അധികാരത്തിൽ എത്തൂല എന്ന് പറയാൻ പറ, എന്നാൽ ഞങ്ങൾ എത്തിക്കൊള്ളൂ.